മറ്റൊരാരോപണം തെറിയൂരി കുഞ്ഞമ്മദിനെ കുറിച്ചാണ്. ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. പ്രിയ സഹോദരീ സഹോദരന്മാരെ, 2 വാക്ക്. നിങ്ങൾ ഒരു പോസ്റ്റർ ശ്രദ്ധിച്ചിട്ടുണ്ടാകും. അത് കണ്ട് ആരും മൈൻഡ് ചെയ്യാതെ പോവരുത്. പാവപ്പെട്ട ഉസ്താദാണ്, വലിയ പ്രയാസത്തിലാണ്. നിങ്ങളാൽ കഴിയുന്ന അതെത്ര ചെറുതാവട്ടെ വലുതാവട്ടെ ആ ഉസ്താദിന് സഹായങ്ങൾ ചെയ്തുകൊണ്ട് നിക്ഷേപിക്കണമെന്ന് വിനയപുരസ്സരം അഭ്യർത്ഥിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഞെട്ടിപ്പിക്കുന്ന ഒരു വാർത്തയുമായിട്ടാണ് ഞാനിപ്പോൾ വന്നിട്ടുള്ളത്. കോമാടൻ ഔള്ള എന്ന് പറയുന്ന കുരുവട്ടൂരി വ്യാജ ശൈഖ് അരമണിക്കൂർ കൊണ്ട് കോടിക്കണക്കിന് രൂപ പിരിച്ചെടുത്തു എന്നാണ് നൗഷാദ് തന്നെ വെളിപ്പെടുത്തിയത്. ആ പണം ഖിളിർ അലൈഹിസ്സലാമിന്റെ സാന്നിധ്യമുള്ള പള്ളി നിർമ്മിക്കാൻ വേണ്ടിയാണത്രേ പിരിച്ചെടുത്തത്. എന്നാൽ കഴിഞ്ഞ ദിവസം സത്യാന്വേഷണത്തിന്റെ ഭാഗമായി കുരുവട്ടൂരിൽ ചെന്ന സംഘത്തിന് ഞെട്ടിപ്പിക്കുന്ന കാര്യങ്ങളാണ് കാണാനും അറിയാനും സാധിച്ചത്. 15ഓളം വർഷങ്ങൾക്ക് മുമ്പ് നിർമ്മാണം ആരംഭിക്കുകയും 1 വർഷം കൊണ്ട് പൂർത്തിയാക്കുമെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് ശിങ്കടികളെ കൊണ്ട് തക്ബീർ വിളിപ്പിക്കുകയും ചെയ്ത പള്ളി ഇന്നും അസ്ഥികൂടമായി നിലകൊള്ളുന്ന ദയനീയ കാഴ്ചയാണ് നമുക്ക് വീഡിയോയിലൂടെ കാണാൻ വേണ്ടി സാധിക്കുന്നത്. ഇതേ കാലയളവിൽ തന്നെ ഖിളിർ നബി അലൈഹിസ്സലാം സ്ഥിരമായി വന്നു പോകുന്നത് കൊണ്ട് പൊളിക്കാനോ നിർമ്മിക്കാനോ അനുവാദമില്ലെന്ന് കോമാട്ടുചാലിൽ ഔള ഗീർവാണം മുഴക്കിയ ഓടിട്ട കോമാട്ടുചാലിൽ ഔളയുടെ കൊച്ചുവീട് തകർത്ത് കൊട്ടാര സമാനമായ വീട് വളരെ വേഗത്തിൽ പണി പൂർത്തിയാക്കി കോമാടനും അവന്റെ കുടുംബവും അതിൽ താമസിക്കുകയും മാത്രവുമല്ല 1.5 കോടിയിലധികം വില വരുന്ന ബെൻസ് കാർ വാങ്ങി ആഡംബര ജീവിതം നയിക്കുകയും ചെയ്യുന്നു എന്നതാണ് വിചിത്രമായ വസ്തുത. വ്യക്തത കുറവാണെങ്കിലും അടുത്ത ചിത്രമാണ് അതിനേക്കാൾ ബഹുരസം. ലോകം മൊത്തം നിയന്ത്രിക്കുന്നു എന്നവകാശപ്പെടുന്ന കാട്ടുകള്ളൻ കോമാട്ടുചാലിൽ ഔളയ്ക്ക് വേണ്ടി മാത്രം സൈബറിടങ്ങളിൽ പോരാടിക്കൊണ്ട് ജീവിതം തുലച്ചുകൊണ്ടിരിക്കുന്ന പടുജാഹിലായ സുനീർ എന്ന കോമാടന്റെ ഏറ്റവും അടുത്ത അനുയായിയുടെ വീടാണ്. ലോകം മൊത്തം നിയന്ത്രിക്കുന്നതിനിടയിൽ സ്വന്തം കൊട്ടാരത്തിന്റെ കവാടത്തിൽ നിവർന്നു നിന്ന് നോക്കിയാൽ കാണുന്ന സ്വന്തം കുഞ്ഞാടിന്റെ ഈ വീടിന്റെ തേപ്പ് പൂർത്തീകരിക്കാൻ പോലും കോമാടൻ ഔളക്ക് മനസ്സ് വന്നില്ല എന്നറിയുമ്പോഴാണ് ഒരു ത്രില്ല്. സ്വന്തം ഭാര്യ തുന്നൽ ജോലി ചെയ്ത് കിട്ടുന്ന വേതനം കൊണ്ടാണത്രേ കുടുംബം പുലരുന്നത്. ഗൃഹനാഥൻ തിരക്കിലാണ്. ആരും ശല്യപ്പെടുത്തരുത് നമ്മുടെ പ്രിയപ്പെട്ട സുനീർ സാഹിബിനെ. കാരണം കോമാടന് വേണ്ടി പണ്ഡിതന്മാരെ തെറിവിളിക്കുകയാണ്, ചീത്ത പറയുകയാണ്, അവരുടെ പേരിൽ കള്ളത്തരം കെട്ടിച്ചമച്ചുണ്ടാക്കി പ്രചരിപ്പിക്കുന്ന തിരക്കിലാണ് പാവം സുനീർ. ആ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ഭാര്യയാവട്ടെ അവനെ അടക്കം പോറ്റുന്നത്, അവനടക്കം ഭക്ഷണം കൊടുക്കുന്നത് തുന്നൽ ജോലി ചെയ്തുകൊണ്ടാണെന്ന് അറിയുമ്പോഴാണ് ഏറെ സങ്കടകരം. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ. കോടിക്കണക്കിന് രൂപയാണ് പള്ളിക്ക് വേണ്ടി പിരിച്ചത്. 1/2 മണിക്കൂർ കൊണ്ട് പിരിച്ചതാണെന്ന് നൗഷാദ് സാക്ഷ്യപ്പെടുത്തുകയാണ്. ഇൻഷാ അല്ലാഹ് ഖിളിർ നബി അലൈഹിസ്സലാമിന്റെ സാന്നിധ്യം ഈ മജ്ലിസിലുണ്ട് എന്ന് നമ്മൾ ഉറപ്പിക്കുകയാണ്. കാരണം എന്തുകൊണ്ട്? നമ്മൾ അഹ്ലുസ് സുന്നത്തി വൽ ജമാഅയുടെ ആളുകളാണ്. അപ്പോ വന്യരായ ശൈഖുന സുജൂദ് ചെയ്ത സ്ഥലം, ഉസ്താദ് നിർമ്മിക്കുന്ന പള്ളി, ഖിളിർ നബി അലൈഹിസ്സലാമിന്റെ പേരിലുള്ള പള്ളി മാത്രമല്ല, ലോക ചരിത്രത്തിൽ 1/2 മണിക്കൂർ കൊണ്ട് ഒരു പള്ളിയുടെ തുടക്കം മുതൽ ഒടുക്കം വരെ സ്ഥാപിച്ചെടുത്ത ആദ്യത്തെ പള്ളിയുമാണ് മഹത്തായ ഈ പള്ളി എന്നത് നിങ്ങൾ മനസ്സിലാക്കണം. ഒരു പള്ളി ഉണ്ടാക്കാൻ എത്ര ഗൾഫിൽ പോകണം, ഏതെല്ലാം സ്ഥലത്ത് പോകണം, അത് ഞങ്ങളൊക്കെ അനുഭവിച്ചവരാണ്. അതേ സമയത്ത് കേവലം ഒന്ന് മൈക്കിന്റെ മുമ്പിൽ വന്ന് ഉസ്താദ് അവരുകൾ ചോദിച്ചപ്പോഴേക്ക് എല്ലാം കൊടുത്തു. എല്ലാം മാത്രമല്ല, ഇനി ഒരു
2 പള്ളി ഉസ്താദ് അവിടെ ഉണ്ടാക്കാൻ തീരുമാനിച്ചിരുന്നുവെങ്കിൽ അതും അതിലപ്പുറവും നടക്കുമായിരുന്നു. അതിലിവിടെ യാതൊരു സംശയവുമില്ല. അതുകൊണ്ട് തന്നെ അരമണിക്കൂർ കൊണ്ടുണ്ടാക്കിയ ഈ വലിയ പള്ളി അതും ഇതിന്റെ ഒരു വലിയ പ്രത്യേകതയാണ്. മാത്രമല്ല ഈ പള്ളിക്ക് തറക്കല്ലിടാൻ വന്ന വേണമെങ്കിൽ 2 പള്ളിക്കുള്ള പൈസ ഇപ്പോൾ തന്നെ കിട്ടുമെന്ന് ഗീർവാണം മുഴക്കിയതും നൗഷാദാണ്. 15 വർഷമായി തറക്കല്ലിട്ടിട്ട് എവിടെ ആ പള്ളി? പള്ളിക്ക് വേണ്ടി പിരിച്ച കോടിക്കണക്കിന് രൂപ എന്ത് ചെയ്തു? ആരാണ് കട്ടുകൊണ്ടുപോയത്? എങ്ങനെയാണ് കോമാടന്റെ കൊട്ടാര സമാനമായ ഭവനമുണ്ടായത്? എങ്ങനെയാണ് കോമാടന് ബെൻസുകാർ സ്വന്തമായി ഉണ്ടായത്? ഈ പള്ളിക്ക് വേണ്ടി പിരിച്ച തുക എവിടെ പോയി? അറിയേണ്ടതുണ്ട്. നാട്ടുകാരെ വഞ്ചിച്ചുകൊണ്ട് പള്ളിക്ക് വേണ്ടിയാണ് പണം പിരിച്ചതെന്ന് പറഞ്ഞുകൊണ്ട് ആ പണം എന്തിൽ ചെലവഴിച്ചു എന്നറിയേണ്ടതുണ്ട്. മാത്രവുമല്ല, മറ്റൊരാരോപണം തെറിയൂര് കുഞ്ഞമ്മദിനെ കുറിച്ചാണ്. ഫേസ്ബുക്കിലൂടെ യൂട്യൂബിലൂടെ ഇവരുടെ പരിപാടിയിൽ എഴുതി വിടുന്നത് കാണുകയാണ്. ഫേസ്ബുക്കിൽ എഴുതിയതിനും യൂട്യൂബിൽ കമന്റായി രേഖപ്പെടുത്തുന്നതിനും വാട്സപ്പിലൂടെ സാധാരണ പ്രവർത്തകർ പറയുന്നതിനും മറുപടി കൊടുക്കുന്ന തെറിയൂർ കുഞ്ഞമ്മദും നൗഷാദും കോമാടൻ ഔളയും ഇന്ന് വരെ തെറിയൂർ കുഞ്ഞമ്മദിനെതിരെയുള്ള ആരോപണത്തിന് മറുപടി പറഞ്ഞിട്ടില്ല. എന്തായിരുന്നു ആരോപണം? കുഞ്ഞമ്മദ് ജോലി ചെയ്തിരുന്ന ഒരു സ്ഥാപനത്തിലെ കമ്പ്യൂട്ടറും എടുത്തുകൊണ്ടാണ് അവൻ മുങ്ങിയത് എന്നാണ് എഴുതി വിട്ടത് നമ്മൾ കണ്ടത്. അത് ആരോപണമാണെന്നോ അങ്ങനെ ഞാൻ ചെയ്തിട്ടില്ല എന്നോ കുഞ്ഞമ്മദ് ഇതുവരെ പറയാൻ തയ്യാറായിട്ടില്ല. ഇങ്ങനെ പള്ളിയുടെയും മദ്രസയുടെയും സ്ഥാപനങ്ങളുടെയും പേരിൽ പിരിച്ച് ആ പണം കൊണ്ട് കൊട്ടാര സമാനമായ വീട് നിർമ്മിക്കുക, ആഡംബര ജീവിതം നയിക്കുക, വില കൂടിയ വാഹനങ്ങൾ വാങ്ങി ഊരു ചുറ്റുക, ഗ്ലോബൽ വില്ലേജിലേക്കും അതുപോലെ ആനന്ദകരമായ സുഖാസ്വാദനപരമായ കേന്ദ്രങ്ങളിലേക്ക് ഇത്തരം പണം ഉപയോഗിച്ചുകൊണ്ട് പോവുകയും ആഡംബര ജീവിതം നയിക്കുകയുമാണ് ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ആ പള്ളിയുടെ ഇന്നത്തെ അവസ്ഥ എന്ത് നിങ്ങളൊന്ന് കണ്ടു നോക്കുക. ശേഷം സുനീർ എന്ന ചെറുപ്പക്കാരന്റെ വീട് അവ്യക്തമായിട്ടാണെങ്കിലും നിങ്ങളൊന്ന് കാണുക. തൊഴിലില്ലാത്തവൻ തൊഴിയൂരെ ഫ്രീ ആയിട്ട് ഞാൻ വരുന്നുണ്ട്. എൻ്റെ മശായിഖിനോട് പറയണോ, എൻ്റെ അമ്മാവൻ്റെ മോൻ്റെ തലയിലുള്ള അമാനത്താണ് കുരുവട്ടൂർ ഹിക്കമയിലുള്ളത് എന്നുള്ളത്. അതൊന്ന് കൊടുത്തേക്കാൻ പറ. അത് വെച്ചിട്ടില്ല ആളുകളെ പറ്റിക്കുന്നത്. അതെങ്കിലും ഒന്ന് കൊടുത്തേക്കടോ. ആ ചെറുക്കൻ വണ്ണം വെച്ചു. ഓ കണ്ടോട്ടോ അവൻ്റെ തലയിലുള്ള 10 കൊല്ലം മുമ്പ് എങ്ങനെയുള്ള സാധനമാണെന്നുള്ളത്. അതെങ്ങനെ ഒന്ന് തിരിച്ചു കൊടുത്തേക്ക്. ഓൻ്റെ ഒരു മശായിഖ് എടുത്തോണ്ട് പോടോ.